ഉപഹാരം ഏറ്റുവാങ്ങിയ ഉമാപ്രേമനെ മറുപടി വാക്കുകൾക്കായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഇങ്ങനെ ഒരു ഉപഹാരം നൽകിയതിന് മെഡിറ്റേയുടെ എല്ലാമായ ഡോക്ടർ പ്രതാപ് കുമാറിനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശാന്തി വൃക്കരോഗികൾക്ക് മാത്രമായി ഉള്ളതല്ല. 97 ഞങ്ങൾ സ്ഥാപിച്ചപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ഹൃദയരോഗികളെയാണ് ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ സൗജന്യമായി ചികിത്സ കിട്ടുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഹൃദയ ശസ്ത്രക്രിയകളും ആൻജിയോപ്ലാസ്റ്റിയും ചെറിയ കുട്ടികൾക്കുള്ള AST VST അങ്ങനെയുള്ള ടോഫ് പോലെയുള്ള സർജറികളും വാൽവ് റീപ്ലേസ്മെൻറ്റുകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം 20,500ഓളം ഹൃദയരോഗികളെ, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള രോഗികളെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. ശ്രീചിത്രയിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രോഗികളുടെ കണക്കെടുത്ത് അവർക്കൊക്കെ ലെറ്റർ അയച്ച് അന്ന് ഇവിടെ നമ്മുടെ SUTയിൽ വർക്ക് ചെയ്ത ഡോക്ടർ ജയകൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ശാന്തി തുടക്കത്തിൽ ഹൃദയരോഗികളെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഒരുപാട് രോഗികൾക്ക് ഇത്തരത്തിൽ ശസ്ത്രക്രിയയും ആൻജിയോപ്ലാസ്റ്റിയും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ രോഗത്തിൽ നിന്ന് ഞാൻ വഴുതി പോകാനുള്ളൊരു കാരണം, ഞാനൊരു കിഡ്നി യാദൃശ്ചികമായ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പോഴാണ് കേരളത്തിലെ വൃക്കരോഗികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിയുന്നത്. അങ്ങനെ അവരെ എല്ലാം സഹായിക്കാനായി ഒരു ഡയാലിസിസ് യൂണിറ്റ് തൃശ്ശൂരിൽ തുടങ്ങി. പിന്നീട് അത് പാലക്കാട്, കുന്നംകുളം, പെരുമ്പടപ്പ്, വയനാട് എന്ന് പല ജില്ലകളിലും എത്തി. നമ്മുടെ ഡോക്ടർ പ്രതാപ് കുമാറിൻ്റെ സേവനം വയനാട്ടിലെത്തണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വയനാട്ടിലെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. ഇവിടെ നല്ല സെമിത്തേരികളേ ഉള്ളൂ, ഒരു നല്ല ആശുപത്രി ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യുക, സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ള ഈ ബോർഡ് കണ്ടപ്പോഴാണ് അവരുടെ ശരിക്കുമുള്ള അവസ്ഥ മനസ്സിലാവുന്നത്. ഒരു കാപ്പി ഗോഡൗൺ വാടകയ്ക്കെടുത്താണ് നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആശുപത്രി എന്ന് പറയുന്നതൊക്കെ വളരെ ചെറിയ രീതിയിൽ അവിടെയുള്ളൂ. അവിടുത്തെ രോഗികൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും, ഞാനവിടെ മൊബൈൽ ICU ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, ഒരാഴ്ചയിൽ 5 പേരെയെങ്കിലും നമ്മൾ കോഴിക്കോട് എത്തിക്കുന്നുണ്ട്. വെന്റിലേറ്ററിലൊക്കെ പോകുമ്പോൾ പലരും വഴിയിൽ തന്നെ ആ ആംബുലൻസിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ദയവായി ഡോക്ടറെ അടുത്ത പ്രോജക്റ്റ് വയനാട്ടിലാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഒരുപാട് ഹൃദയരോഗികൾ ശാന്തിയിൽ എത്തുന്നുണ്ട്. പലരെയും പല സ്ഥലങ്ങളിലേക്കും നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾക്ക് കൂടി മെഡിറ്റീന ഒരു സഹായഹസ്തമാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഡയാലിസിസ് യൂണിറ്റിൽ അറിയാതെ, അദ്ദേഹം ഓർക്കുന്നില്ലെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട MLA മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുകയും സർക്കാർ ആശുപത്രിയിൽ ഞങ്ങൾക്ക് സ്ഥലം കെട്ടാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത്തരം കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് കാലതാമസം ഉണ്ടാവും, എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഒരിക്കലും നിർത്തരുത്, സമീപിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും സഹായിക്കും, നിങ്ങളുടെ സേവനം തുടരണമെന്ന് എനിക്ക് ആത്മവിശ്വാസം എന്നിലേക്ക് തന്ന ബഹുമാനപ്പെട്ട MLAയോടും മേയറോടും മറ്റിവിടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളോടും ഈ ഉപഹാരം നൽകിയ ആശുപത്രി മാനേജ്മെൻറ്റിനോടും മറ്റു ഇവിടെ സന്നിധരായ എല്ലാവർക്കും എൻ്റെ നന്ദിയും ആശംസകളും അറിയിച്ചു.